ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു പുതിയ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിൽ വിളയിച്ചത്. അതിന് ആവശ്യത്തിന് വേണ്ട 500 ഗ്രാം അവിൽ നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട്. 3 വലിയ ശർക്കര ചെറുതാണെങ്കിൽ ഒരു 6 പീസെങ്കിലും എടുക്കാം. ഇത് വലിയ ശർക്കര ആയതുകൊണ്ട് ഞാൻ 3 പീസ് ശർക്കര നന്നായി തിളപ്പിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു തേങ്ങ നന്നായി ചിരകി വെച്ചിട്ടുണ്ട്. പൊട്ടുകടല, എള്ള്, ബദാം, അണ്ടിപ്പരിപ്പ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അവിൽ വിളയിക്കാം. ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ആഡ് ചെയ്യുക. തേങ്ങ ഇട്ട് നന്നായി വറുത്തെടുക്കുക. തേങ്ങ നന്നായി വറുത്തെടുക്കുക. നല്ലൊരു ചുവപ്പ് കളർ വരുന്നത് വരെ തേങ്ങ നെയ്യിൽ നന്നായി വറുത്തെടുക്കുക. തേങ്ങ നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ഒഴിക്കുന്നതാണ്. ശർക്കര ഉരുക്കി അരിച്ചിട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ അതിൽ പൂഴിയൊക്കെ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശർക്കര ഉരുക്കി അരിച്ച് ഒഴിക്കുന്നതാണ്. അപ്പോൾ ശർക്കരയും തേങ്ങയും കൂടെ നന്നായി സെറ്റായി വരുന്നുണ്ട്. തേങ്ങയും ശർക്കരയും കൂടെ ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് സമയം ഇത് നന്നായി ഇളക്കി ചേർത്ത് കൊടുത്ത് ഒന്ന് സെറ്റായി വരട്ടെ. ചെറിയ ചൂടിൽ ഇത് നന്നായി സെറ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ശർക്കരയും നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചായി അതിൽ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ശർക്കരപ്പാനിയും തേങ്ങയും അവിലും കൂടെ നന്നായി സെറ്റാക്കി ഇളക്കി എടുക്കുക. അവിലും ശർക്കരയും തേങ്ങയും കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറുത്ത എള്ള്, വറുത്ത് വെച്ച കറുത്ത എള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ
കുറച്ച് ജീരകം ഏലക്കായ്, ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഏലക്കായും ജീരകവും നന്നായി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും കൂടെ നമ്മൾ നന്നായി വറുത്ത് വെച്ചിരുന്ന പൊട്ടുകടലയും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ബദാമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതിൽ കൂട്ടാവുന്നതാണ്. അതിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരും. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി പുറത്ത് തന്നെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്ക് അത് കൊടുത്തു വിടാനോ ഒക്കെ ഇത് ഉപകാരപ്പെടും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.